Hello everyone, welcome to my channel Vocal. I am Varsha. നിങ്ങൾക്ക് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി അതായത് ഈവൻ സെമിസ്റ്ററിലെ ബി.ടെക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഒരു സ്ലൈഡ് ഞാൻ ഇട്ടിരുന്നു അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന് ഡീറ്റെയിൽഡ് അല്ല ഇപ്പോൾ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ ബേസ് ചെയ്ത് അതായത് മോഡ്യൂൾ 4നെ റിലേറ്റ് ചെയ്തുള്ള സിലബസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് ഒന്ന് വ്യൂ ചെയ്യുക, അത് വാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡ്യൂൾ 4ലെ അക്വാസ്റ്റിക്സ് എന്ന ചാപ്റ്റർ ആണ്. You have already studied this type of chapters in your smaller classes, especially sound waves. Sound waves നെ പറ്റി നിങ്ങൾ ചെറിയ ക്ലാസ്സസിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. I think it is on 8th standard, from 8th standard or 6th standard, something like that. Sound waves അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നുള്ള ഡിഫറെന്റ് സൗണ്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒപ്പം തന്നെ +1 ആൻഡ് +2 അല്ലേ, നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അവർ നിങ്ങൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ +1 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക് എല്ലാം തന്നെയാണ് നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡ്യൂൾ 1. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വേവ്സിൽ നിന്ന് തുടങ്ങി ആ വേവ്സിനെ ലൈറ്റ് വേവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഒപ്റ്റിക്സ്. അത് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെ ഒരു ബ്രാഞ്ച് that is related with the sound waves, longitudinal waves. അതാണ് നമ്മൾ ഈ മോഡ്യൂൾ 4ൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. And that chapter name we call it as acoustics അല്ലേ, അതാണ് കൊടുത്തിരിക്കുന്നത് acoustics എന്ന്. And the meaning is obtained from, or this word is obtained from Greek word acoustikos, that is for hearing, കേൾക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കേൾക്കാൻ ഉള്ളതാണ്. ആ ഒരു വേർഡ് മീനിങ്ങിലാണ് നമ്മൾ ഈ അക്വാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് ക്രിയേറ്റ് ആയേക്കുന്നത്. അതിൽ നിന്നാണ് അക്വാസ്റ്റിക്സ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ആ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്താണ് ഞാൻ ഇന്നിവിടെ വീഡിയോ ഇടുന്നത്. ഈ ടോപ്പിക്കിൽ 3 പാർട്സ് ആയിട്ടാണ് ഞാൻ ഈ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സിലബസ് വൈസ് ആണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് KTUവിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് KTU ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് ഒരു സെഷൻ ഞാൻ അത് സെപ്പറേറ്റ് ഇടാം. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ KTUവിൽ ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻസും പിന്നെ ഇതിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ എസ്സേ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിനകത്തുള്ളത് കൂടുതലായിട്ട് ഒരു എസ്സേ ആയിട്ട് പറയാനായിട്ട്. ബാക്കിയുള്ളതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലസ് വൺ മോർ തിങ് ഈസ് ദയർ പ്രോബ്ലം സെഷൻ ഉള്ള ഒരു ചാപ്റ്ററാണിത്. പ്രോബ്ലം ഓറിയന്റഡ് ചാപ്റ്റേഴ്സ് ആണ് ഇത്. ഓക്കെ, KTU ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിൽ നിന്ന് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തുടങ്ങട്ടെ. So let's start our class today. Now what do you mean by acoustics? നേരത്തെ ഞാൻ പറഞ്ഞു it is related with the sound. സൗണ്ടിനെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? It is a branch of physics which deals with production, propagation and reception of sound. For example, ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ് അല്ലേ, എൻ്റെ ശബ്ദം ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുകയാണ്. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ സൗണ്ട് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ വിച്ച് ഓർഗൻ? ലാരിങ്സ്. നിങ്ങൾ സ്മോളർ ക്ലാസ്സസിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇൻ യുവർ ഫ്യൂച്ചർ നെക്സ്റ്റ് ടൈം ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഹ്യൂമൻ ബോഡിയിൽ വിച്ച് ഓർഗൻ ക്രിയേറ്റ്സ് സൗണ്ട്? ദാറ്റ് ഈസ് വോക്കൽ കോഡിൽ നിന്ന് നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ലാരിങ്സ് എന്നാണ് അതിൻ്റെ ആൻസർ. ആ ലാരിങ്സിന് വൈബ്രേഷൻ നടക്കുമ്പോഴാണ് നമ്മളുടെ ഈ സൗണ്ട് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ ത്രോട്ടിൽ തന്നെ നമുക്ക് ആ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് തന്നെ ആ വൈബ്രേഷൻ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സൗണ്ട് ക്രിയേഷൻ, ഇപ്പം ഞാൻ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു എൻ്റെ ലാരിങ്സിൽ നിന്ന്, പക്ഷെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ഒപ്പം എന്താ സംഭവിക്കുന്നത്? അത് നിങ്ങളുടെ ചെവിയിലേക്ക് റിസീവ് ചെയ്യാണ് അല്ലേ, ലിസണർ അത് റിസീവ് ചെയ്തെടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ സോഴ്സ് ആൻഡ് എ ലിസണർ. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് me from my larynx or from my vocal cord, and
You are the listener. So acoustics is a branch of physics which deals with this production, propagation and reception of sound. ആ മൂന്ന് വാക്കുകൾ ഓർത്തിരിക്കുക. Acoustics എന്ന് പറയുന്നത് പ്രൊഡക്ഷനെയും പ്രൊപ്പഗേഷനെയും റിസപ്ഷനെയും, അതായത് സൗണ്ട് റിസപ്ഷൻ റിസീവിംഗ് എഫക്റ്റിനെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് acoustics എന്ന് പറയുന്നത്. And this word is obtained from Greek word acoustikos, which means that for hearing. Okay. ഇനി അടുത്തത് ഞാനിത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു സൗണ്ട് വേവ്സും ലൈറ്റ് വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂണൽ വേവ്സും. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ് നമ്മളുടെ സൗണ്ട് വേവ്സ്. അപ്പൊ ഇവിടെ ഞാൻ ആ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ലൈറ്റ് വേവ്സിനെ കൂടെ ഒന്ന് ജസ്റ്റ് ഇവിടെ കാണിച്ചേക്കാമെന്ന്. ഓക്കെ, ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എവിടെ പോയാലും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തില് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത് കണ്ണുകൊണ്ടാണെങ്കിൽ പോലും എന്താണ് നമ്മൾക്ക് ആ ഒരു ലൈറ്റ് വേവ്സിനെ പറ്റി ഒരു ഐഡിയ വേണം അല്ലേ? അപ്പൊ നമ്മൾ ലൈറ്റ് വേവ്സ് ഫിസിക്സിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ലൈറ്റ് വേവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് they are considered to be the visible rays region. That is 400 nanometer to 700 nanometer ആ റേഞ്ചിലാണ് നമ്മൾ വിസിബിൾ റീജിയൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ഏരിയ. ഓക്കെ, on the either side of this visible regions you can see the gamma rays area, x-rays, UV rays, പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ IR rays, that is infrared rays, and also radio rays. Okay, and also one more thing is there given, that is the range of wavelength and also frequency. Wavelength in the range ഈ റേസിനൊക്കെ എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഫ്രം ഗാമ റേസ് ടു റേഡിയോ വേവ്സ് എന്താണ് ഇൻക്രീസിങ് വേവ്ലെങ്ത് റീജിയൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻക്രീസിങ് റീജിയനിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് ഗാമ റേസിൽ നിന്നാണ്. ഓക്കെ, വേവ്ലെങ്ത്. ഇനി ഈ വേവ്ലെങ്ത് എന്ന് പറയുന്ന ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ടു ഫ്രീക്വൻസി അല്ലെ, ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, റെസിപ്രോക്കൽ അല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറയാം. ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. നമുക്കറിയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആൻഡ് സി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ലാംഡ ഇസ് ദ വേവ്ലെങ്ത്. സോ ലാംഡ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സി ബൈ ന്യൂ, ഓർ വി ക്യാൻ സേ ലാംഡ ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ ഓർ 1 ബൈ ഫ്രീക്വൻസി. സോ വേവ് ലെങ്ത് ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? നേരെ എതിരെ ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൽ നിന്ന് നിങ്ങളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ റേസിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നും വേവ് ലെങ്ത് എവിടെ നിന്നാണെന്നും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളുക, എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ when you go for an interview or any other test ഈ ഡിഫറെന്റ് റേസിനെ പറ്റി ചോദിക്കാം. ഒപ്പം തന്നെ ഇതിന്റെ വേവ് ലെങ്ത് റീജിയൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, വിച്ച് റേ ഹാവ് മാക്സിമം വേവ് ലെങ്ത് അല്ലെങ്കിൽ വിച്ച് റേ ഹാവ് ദ മാക്സിമം ഫ്രീക്വൻസി എന്ന് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഒപ്പം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അക്വാസ്റ്റിക്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, വഴിമാറിപ്പോയി ചെറുതായിട്ട്. ലൈറ്റ് വേവ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനിയിപ്പം തിരിച്ച് സൗണ്ട് വേവ്സിലേക്ക് വരികയാണ്. ഇവിടെയും അതേപോലെ ഞാൻ സൗണ്ട് വേവ്സിന്റെ വേരിയേഷനും കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് വേവ്സിൽ വിസിബിൾ റേ ഹ്യൂമൻ ബീയിങ്സിന് കാണാൻ പറ്റുന്ന റീജിയൻ ആണെങ്കിൽ സൗണ്ട് വേവ്സിൽ ഹ്യൂമൻ ബീയിങ്ങിന് ഓഡിബിൾ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി you have studied in your smaller classes the range for audible range for human being. It is 20 hertz to 20 kilohertz. It is shown in green box. Okay, and below this 20 hertz it is called infrasonics. That is the sound of earthquake, elephant trumpet, whales adellana. And greater than 20 kilohertz, that is 20,000 hertz greater anengil, that we call it as ultrasonics. And that sound is related with sound of cats, dogs, bats, dolphin ഇതെല്ലാം നമുക്കറിയാം. വവ്വാലിന്റെയൊക്കെ ശബ്ദം ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ശബ്ദമാണ്. ഓൾസോ ദർ ഇസ് ആൻ ആപ്ലിക്കേഷൻ, മെയിൻ ആപ്ലിക്കേഷൻ ഫോർ ദിസ് അൾട്രാസോണിക്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ പുറമെ പോകുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെ. ആ ഏരിയയിൽ അൾട്രാസൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സൗണ്ട് റേഞ്ചസ്. Now about the sound.
Sound is longitudinal waves. Audible range we already explained, that is from 20 to 20 kilohertz for human beings. And also this was already explained earlier, that is frequencies higher than 20 kilohertz, we call it as ultrasonic waves. That is sound of animals like cats, dogs, bats, dolphin, ഇതിനെല്ലാത്തിനും അതിനെ relate ചെയ്ത് ultrasonic waves നെ relate ചെയ്ത് പറയുന്നു. Also infrasonic waves ആണെങ്കിലോ frequencies lower than 20 hertz, ഇതും നമ്മൾ explain ചെയ്തതാണ് നേരത്തെ സ്ലൈഡിൽ. Here you can see hypersonic waves, that is frequency greater than 10 raised to 8 hertz. That is, examples are missiles, flights, space shuttles, hypersonic weapons for attacking hardened or deeply buried targets like bunkers. അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഈ hypersonic waves. Also there is another thing, that is supersonic waves. അതും missiles, flights, jets ഇതിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. That is velocity is greater than the velocity of sound in air. Okay, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്ന different types of waves related to sound. ഇനി സൗണ്ടിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. ഓൾ ടുഗദർ നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ഡിഫറെന്റ് വേവ്സിന്റെ ഫോർമേഷൻ റിലേറ്റഡ് വിത്ത് ഫ്രീക്വൻസീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഒരു സയൻസ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു തിയറി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ വി നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ഇക്വേഷൻ ഓർ റെപ്രസെന്റേഷൻ അല്ലെ. So for that, as sound waves are related with the wave formation, ഒരു വേവിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, as commonly waves are represented as a sin kx minus omega t, or harmonic oscillations ൽ നിങ്ങൾ smaller classes ൽ oscillations and waves പഠിച്ചെടുത്ത ഇത് പഠിക്കുന്നതാണ്. Waves are always explained or represented as amplitude into a sine or cosine function. So ഇവിടെ ഞാൻ എക്സ്പ്രസ് ചെയ്തേക്കുന്നത് it is a sin kx minus omega t, where a is the amplitude, k is the propagation constant, x is the position, omega angular frequency, and t is time. So here this shows the photos of hypersonic missiles, and here you can see the supersonic missiles, and one photo is showing BrahMos, നമ്മുടെ Indian made ഫോട്ടോ ആണ്, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വേറൊരു സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ബ്രഹ്മോസിനെ പറ്റി ഒരു കൂടുതൽ എന്തെങ്കിലും ഒരു വീഡിയോ വേണമെങ്കിൽ, കാരണം അത് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ സിലബസ് വൈസ് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. Now here you can see the working of electric bell. How an electric bell works. അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. So let's start how it works. When a bell is struck, ആദ്യം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. When a bell is struck, the bell vibrates with its natural frequency and its vibrating surface push the air molecules normal to the surface. ഓക്കെ, ആദ്യത്തെ പോയിന്റ്, ഒരു ബെല്ലിനെ നമ്മൾ അടിക്കുമ്പോൾ, ബെല്ലടിക്കുമ്പോൾ, വീട്ടിലെ കോളിംഗ് ബെല്ലാണെങ്കിലും ഇലക്ട്രിക് ബെൽ ഏതാണെങ്കിലും, വെൻ ഇറ്റ് സ്ട്രക്ക് ദ ബെൽ വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അതിനകത്ത് ഉണ്ടാകുന്ന നോർമൽ ഫ്രീക്വൻസിയിൽ ബെൽ വൈബ്രേറ്റ് ചെയ്യുകയും ആൻഡ് ഇറ്റ്സ് വൈബ്രേറ്റിംഗ് സർഫസ് പുഷ് ദ എയർ മോളിക്യൂൾസ് നോർമൽ ടു ദ സർഫസ്. ഡ്യൂ ടു ദ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, they come back to the equilibrium position, and due to the inertial property of the particles, they overshoot the equilibrium position. അപ്പോൾ ഈ മീഡിയത്തിലെ എയർ മോളിക്യൂൾസ് കാരണം അതിന് നോർമൽ ടു സർഫസിന് നോർമൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതിനൊപ്പം എന്ത് സംഭവിക്കും, ഈ മീഡിയത്തിൽ ഉണ്ടാകുന്ന എലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം അവിടെ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവുകയും they come back to the equilibrium position, അവർ ആ പാർട്ടിക്കിൾസ് equilibrium positionലേക്ക് തിരിച്ചെത്തുകയും, and due to inertial property of these particles they overshoot this equilibrium position. Thus the particle vibrate parallel to the direction of propagation of the wave, that is a longitudinal wave. Longitudinal wave, the particles vibrate parallel to the direction of propagation of the wave, and hence they propagate in the form of compressions and rarefactions. So this is the property of longitudinal wave അല്ലെങ്കിൽ sound wave. Sound wave എന്ന് പറയുന്നതിൽ എന്താ നമ്മൾ പറയുന്നത്, the particles vibrate parallel to the direction of propagation of the wave. Longitudinal wave ൽ parallel vibration ആണ് ഉണ്ടാവുന്നത്, and also
longitudinal waves in അടുത്ത പോയിന്റ് ആണ് they form compressions and rarefactions. Okay. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ ഇനി വഴിയെ വേറൊരു മോഡ്യൂളിൽ ഇതിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. മോഡ്യൂൾ 1 ലോൺജിറ്റ്യൂഡിനൽ വേവ്സിന്റെയും ട്രാൻസ്വേഴ്സ് വേവ്സിന്റെയും കാര്യത്തിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്ത് അത് അന്നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് ബെല്ലാണ് പറഞ്ഞത്. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് ഇപ്പൊ പറഞ്ഞു. ഈ 4 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അക്കോസ്റ്റിക്സിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അക്വാസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറെ ഇക്വേഷൻസ് ആണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഇക്വേഷൻസും ചെറിയ ചെറിയ എന്താണ് ഷോർട്ട് ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ പ്രഷർ ആംപ്ലിറ്റ്യൂഡ്. പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്നാൽ എന്താ, അതാണ് ആദ്യം ചോദിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് പി സഫിക്സ് 0. ഓക്കെ, സ്മോൾ ലെറ്റർ പി സഫിക്സ് 0 represents pressure amplitude. So what is it? അത് നമുക്ക് നോക്കാം. The maximum deviation of pressure in compressions and rarefactions from the ambient or atmospheric pressure. Ambient pressure. Okay. നമ്മളിപ്പോൾ ഇലക്ട്രിക് ബെല്ലിന്റെ വർക്കിങ്ങിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പൊ ആ പറഞ്ഞതിന്റെ ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു പാരലൽ വൈബ്രേഷൻ ആണ് ഉണ്ടാവുന്നതെന്നും അതിന്റെ ഒപ്പം തന്നെ ആ വേവ്സിന് എന്താണ് കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ് ഉണ്ടാവും അല്ലെ. ഈ കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഈ പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണത്? ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് പ്രഷർ ഇൻ കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ്. ഇതിനകത്ത് ആ എയർ പ്രഷർ അല്ലെ, ഒരു മീഡിയത്തിനകത്ത് ഉണ്ടാകുന്ന അത്രയും കണ്ടന്റ് ആണ് നമ്മളിപ്പോ മുന്നേ പറഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത്. ആ കംപ്രഷൻസ്, ആ എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു ഒരു ബെൽ റാങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രക്ക് ആകുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം തന്നെ അതിനകത്ത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എങ്ങോട്ടേക്കാണെന്നും പറഞ്ഞു അല്ലെ, പാരലൽ വൈബ്രേഷൻ. അപ്പൊ ആ കംപ്രഷൻസ്, അതിലുണ്ടാവുന്ന ആ കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ് സ്മോൾ ക്ലാസ്സസ് നിങ്ങൾ പഠിക്കുന്നതാണ്. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ആ പറയുന്ന ഏരിയയിൽ ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് പ്രഷർ, ഈ കംപ്രഷനും റാരിഫാക്ഷൻസും ഉണ്ടാവുന്നതിൽ പ്രഷറിന്റെ മാക്സിമം ഡീവിയേഷൻ റിലേറ്റഡ് ടു ദ ആംബിയന്റ് പ്രഷർ, ദാറ്റ് വി കോൾ ഇറ്റ് ആസ് പ്രഷർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് എസ്. നോർമലി നമുക്കറിയാം, നിങ്ങൾ +1 ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ, അതായത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഒക്കെ കഴിഞ്ഞ് അവിടെ വേറൊരു ചാപ്റ്ററിൽ നിങ്ങൾ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതിനകത്ത് ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്റ്റൻസിനൊക്കെ ഒരു ഇക്വേഷൻ, പിന്നെ ആക്സിലറേഷന്, വെലോസിറ്റിക്ക്. അപ്പൊ അവിടെ നിങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇറ്റ്സ് ഓൾവേസ് എസ്. സോ ഹിയർ ഓൾസോ ഇൻ സൗണ്ട് വേവ്സ് ആണെങ്കിൽ കൂടി ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, ആ മീഡിയത്തിൽ ആ വൈബ്രേറ്റ് ചെയ്യുന്ന, നമ്മൾ സൗണ്ട് വേവ്സിനെയാണ് നോക്കുന്നത്, ആ ഇലക്ട്രിക് ബെല്ലിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ പാർട്ടിക്കിൾസിനെ ആണെങ്കിൽ കൂടി അവരുടെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഇസ് എസ് ഇസ് ഈക്വൽ ടു എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. നേരത്തെ സ്ലൈഡിൽ സൗണ്ട് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ വേവ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് സൈൻ ഫംഗ്ഷൻ ഓർ ക്വസൈൻ ഫംഗ്ഷൻ. ഓക്കെ, സൈൻ ഫംഗ്ഷൻ ആയിരുന്നു നേരത്തെ സ്ലൈഡിൽ പറഞ്ഞത്. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അത് എങ്ങനെ ഇക്വേഷൻ കിട്ടിയെന്നൊന്നും തൽക്കാലം നിങ്ങളുടെ സിലബസിൽ ഡീപ്പായിട്ട് പറയാനൊന്നുമില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് equation of particles in the medium, that is S is equal to A cos kx minus omega t. Okay. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഇനി എന്താണ് പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ടേം എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഏരിയ അതാണ് പറയുന്നത്. The corresponding instantaneous pressure in the position of x എന്ന പൊസിഷനിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പ്രഷർ അവിടെ ഉണ്ടായേക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ P is equal to AB sin kx minus omega t, because there is also a wave formation അല്ലെ. കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ പറയുന്നതെല്ലാം സൗണ്ട് വേവ്സിന് വേവ്സ് ആയിട്ട് തന്നെയാണ്. അപ്പൊ അവിടെയും ആ വേവ് ഫോർമേഷൻ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ P is also equal to some amplitude into the sine function. അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം. ഓക്കെ, ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ B. അപ്പൊ P ഈസ് ഈക്വൽ ടു AB sin kx minus omega t. ഈ ബൾക്ക് മോഡുലസ്, യങ്സ് മോഡുലസ് എന്താണെന്നുള്ളത് നിങ്ങൾ +1 +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്.
Okay, ഇനി ഈ a b sin kx minus omega t എന്ന് പറയുന്ന ആ ടേമില് the product a b represents the pressure amplitude p0. അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ കാണാം, p0 into sin kx minus omega t. So this is what pressure amplitude relation related with the instantaneous pressure. So pressure amplitude എന്ന് പറഞ്ഞാൽ the maximum deviation of pressure in compressions and rarefactions from the ambient or atmospheric pressure. Okay, അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഇക്വേഷൻ എഴുതണം എന്ന് പറഞ്ഞാൽ എന്ത് എഴുതും? Instantaneous pressure ന്റെ equation P is equal to AB sin kx minus omega t, and it is equal to P0 sin kx minus omega t, where P0 is the pressure amplitude and A and B are displacement amplitude and bulk modulus of the medium. K is the propagation vector, and x is the position, omega, angular frequency, t time. Okay, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇന്ന് നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് കുറേ ഇക്വേഷൻസ്, അതായത് മോഡ്യൂൾ 1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എവിടെയാണെങ്കിലും ഇതേപോലെ ഓരോ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലാതെ ഇതുപോലത്തെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിലേക്ക് കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അവിടെ ടേംസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓർത്തിരിക്കുക എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എന്ന് പറയുന്നത് includes part A and also part B. For earlier students, that is for 2015 scheme, it was like A, B, C, D parts എന്ന് പറഞ്ഞ് 4 parts ആയിട്ടായിരുന്നു. But at present, from 2019 onwards, 2019 scheme wise, it is only of 2 parts, part A and part B. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ അതിൽ പാർട്ട് എയില് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, വിച്ച് ക്യാരീസ് 3 marks each, and the number of questions are 10. You should attend all the 10 questions. Okay, അങ്ങനെയാണ് പാർട്ട് എ. പാർട്ട് ബി എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ മോഡ്യൂൾസ്. 5 modules നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻഡ് there will be options also. അവിടെ ഓപ്ഷൻ, അതായത് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് എയില് ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല, എല്ലാം അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ 14 മാർക്ക്, അതായത് 14 marks ആണ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ പുതിയ സ്കീം വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ റൈറ്റ് ദ ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കുമ്പം അവിടെ നമ്മൾ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പറയാം. അപ്പൊ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതാൻ പറയും. അപ്പൊ ആ ഇക്വേഷൻ എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ പോരാ. ഇവിടെ ഇപ്പൊ തന്നെ പ്രഷർ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 മാത്രം എഴുതിയാൽ പോരാ. യു ഹാവ് ടു റൈറ്റ് ദ representations of each term, that is A, B, K, P0, ഇതെല്ലാം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. I am going to the next slide. So here you can see the differences between musical sound and noise. So there is a short question from this part. What are the differences between musical sound and noise? Let's see. Musical sound നമുക്കറിയാം അല്ലേ, ചെവിക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിന് ഇമ്പമുള്ളതാണ് ആണല്ലോ. ഇറ്റ് ഇസ് എ പ്ലസന്റ് സൗണ്ട് ഓർ പ്ലസന്റ് സെൻസേഷൻ ടു ഇയർ. വേറാസ് നോയ്സ് എന്ന് പറഞ്ഞാലോ ഡിസ്റ്റർബിങ് സെൻസേഷൻ, നമുക്ക് തന്നെ ഇറിറ്റേറ്റീവ് ആയിട്ട് തോന്നുന്ന ഇയറിന് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നോയ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി മ്യൂസിക്കൽ സൗണ്ട്, സെക്കൻഡ് പോയിന്റ്, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പീരിയോഡിക് വേവ്സ്. പീരിയോഡിക് ആയിട്ടുള്ള വേവ്സ് ആണ് മ്യൂസിക്കൽ സൗണ്ടിന്. അതുകൊണ്ടാണ് ആ പ്ലസന്റ് എഫക്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. നേരെ മറിച്ച് നോയ്സിലാണെങ്കിലോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നോൺ പീരിയോഡിക് വേവ്സ്. അപ്പൊ ആ ഒരു എഫക്റ്റിലാണ് നമുക്ക് അതിന്റെ ആ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി മ്യൂസിക്കൽ സൗണ്ട്, തേർഡ് പോയിന്റ്, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ റെഗുലാരിറ്റി ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ടോൺസ്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് അല്ലെ, പാട്ട്, നമ്മൾ പാട്ട് കേൾക്കുന്നതെന്ന് പറയുന്നത് അതിനൊരു താളമുണ്ട് അല്ലെ, ഒരു ലയമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എന്താണ് സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് പറയാം, ഒരു സ്മൂത്ത്നെസ് ഉണ്ടെന്ന് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോയ്സ് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലാരിറ്റി ആൻഡ് റഫ്നെസ്. കേൾക്കാൻ ഒട്ടും താല്പര്യം അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, നമുക്ക് തന്നെ ഒരു ഹെഡേക്ക് വരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് വോയിസിനെയാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറഗുലർ സൗണ്ട്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ്, there is no clear boundary between musical sound and noise, but for noise
some noise has musical character where some music has noise character. For example, band അല്ലെ, ബാൻഡ്സ് നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഓരോ മ്യൂസിക്കൽ ബാൻഡ്സും അവരുടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ കേട്ട ഒരുമാതിരി ഹൈ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ഹൈ ലെവലായിരിക്കും അല്ലെ, അലറിയൊക്കെ വിളിയൊക്കെ ഉള്ള പാട്ടുകൾ ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതിൽ നോയ്സിൽ മ്യൂസിക്കൽ എഫക്റ്റും വരാം, അങ്ങനെ അലറി വിളിച്ച് നമുക്കൊരു താളബോധത്തിൽ കൊണ്ടുവരികയും ചെയ്യാം. ഒപ്പം തന്നെ അല്ലാതെയുള്ള രീതിയിൽ, അതായത് സം മ്യൂസിക് ഹാസ് നോയ്സ് ക്യാരക്ടർ ഓൾസോ, അതായത് ബഹളം വെച്ച്, അതായത് നമുക്ക് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. പക്ഷെ പണ്ടത്തേതിലാണെങ്കിലോ നോർമൽ സോഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെലഡീസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ആ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Only 4 points are there, the difference between musical sound and noise. So സ്പീഡ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. And this is another short question part. Characteristics of musical sound. What are the characteristics? എന്തെല്ലാമാണ് ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മളിപ്പോൾ പറഞ്ഞത് മ്യൂസിക്കൽ സൗണ്ടിനെയും നോയ്സിനെയും പറ്റിയാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഈ മ്യൂസിക്കൽ സൗണ്ടിനെ വെച്ച്? നമുക്ക് 3 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി നമ്മൾ ലൈഫിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, TV ഷോസിലെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പാടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി എന്തെങ്കിലും ബോധമുള്ളവരാണെങ്കിൽ എന്തായാലും മ്യൂസിക് കേൾക്കാത്ത ആരും കാണില്ല. FM വരെ കേട്ടിട്ട് അതിൽ വരെ പാട്ട് കേൾക്കുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ട് അല്ലെ. അപ്പൊ ആ മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are 3 points. One is pitch, the other one is intensity, the third one is quality or timbre. ഇപ്പൊ പിച്ച് കേട്ടിട്ടുണ്ടാവും പാട്ടിന്റെ കാര്യത്തില് അല്ലെ, പിച്ച് പോയി എന്ന് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ആ പിച്ച് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ ഫ്രീക്വൻസി, അതായത് കുറഞ്ഞ പിച്ചാണെന്ന് പറയുന്നതിനർത്ഥം കുറവ് ഫ്രീക്വൻസി ആണെന്ന്. ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹൈ ഫ്രീക്വൻസി. അതാണ് പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട്. Now, in music, pitch is certain accepted series of sound constituting the musical scale. ഓക്കെ, അതാണ് പാട്ട് പ്രോഗ്രാംസിലൊക്കെ പിച്ച് ഒത്തിരി പോയി കൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഈ ഫ്രീക്വൻസി, അതായത് നമ്മളുടെ ഓർക്കസ്ട്ര അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ സൗണ്ടിൽ നിന്ന് നമ്മളുടെ വോയിസിന്റെ ചേഞ്ച് വന്നേക്കുന്നു അല്ലെ. അവിടെ ഒരു ലെവൽ ക്ലിയർ ആയിട്ടില്ല, ലെവൽ നോർമൽ ലെവലിൽ, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ ഈക്വൽ ആയിട്ടില്ല എന്ന് പറയുന്നതിനാണ്. അപ്പൊ ഹൈ പിച്ചും ലോ പിച്ചും എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയും തന്നെയാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്റൻസിറ്റി, the amount of sound energy incident on unit area held normal to the direction of wave in 1 second. ഒരു സെക്കൻഡില് എന്താണ് സംഭവിച്ചേക്കുന്നത്? The amount of sound energy incident on unit area held normal to the direction of wave. Amount of sound energy incident on unit area held normal to the direction of wave, that we call it as intensity, and it is the sound power on unit area. സൗണ്ടിന്റെ പവറിനെ, ഒരു യൂണിറ്റ് ഏരിയയിലെ സൗണ്ടിന്റെ പവറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇന്റൻസിറ്റി ഒക്കെ ഓപ്റ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചത്തിന്റെ അത്രയും ഗാഠത, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ആ പ്രകാശത്തിന് എത്രത്തോളം മാക്സിമം ലെവൽ അതിനുണ്ടെന്നുള്ളത് കാണിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു പവർ കാണിക്കുന്നത്, സൗണ്ടിന്റെ പവറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇന്റൻസിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത് സൗണ്ട് വേവ്സിൽ. ഓക്കെ, ആൻഡ് ദിസ് ഇന്റൻസിറ്റി ഈസ് ഓൾസോ സിമിലർ ഇക്വേഷൻ ആണ്. I is proportional to a square. നിങ്ങൾ സ്മോളർ ക്ലാസ്സസിൽ, അതായത് +2 ഒപ്റ്റിക്സ് പഠിക്കുന്നിടത്ത് ഇതേ ഇക്വേഷൻ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഓർ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇവിടത്തെ ആംപ്ലിറ്റ്യൂഡിന് ഒരു വ്യത്യാസമുള്ളത്, ദിസ് ആംപ്ലിറ്റ്യൂഡ് റിലേറ്റ്സ് വിത്ത് സൗണ്ട് വേവ്. ഇനി ബേസിക് യൂണിറ്റ് ഇസ് watt per meter square, that is W per meter square. പവറിന് റിലേറ്റ് ചെയ്തായതുകൊണ്ട്. ഓക്കെ, ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് തന്നെ ഇക്വേഷനും ഉണ്ട്, ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഹാഫ് ഓഫ് ρ0
Okay, rho 0 nu omega square a square. അതാണ് നമ്മൾ intensity is proportional to a square എന്ന് പറയുന്നത്. ആ proportionality symbol മാറ്റി കഴിഞ്ഞാൽ അവിടെ വരുന്ന constant terms എന്ന് പറയുന്നത് it is half rho 0 nu omega square, where rho 0 is the mean density of the medium or air, nu is the wave velocity or the wave velocity of sound, omega is the angular frequency of the sound wave. Okay, ഇനി മൂന്നാമത്തെ കാര്യം quality or timbre. ക്വാളിറ്റി ഓർ ടിംബർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പാട്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് അതിന്റെ ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞാൽ അതിന്റെ പിച്ച് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഒക്കെ സെയിം ആണെങ്കിൽ കൂടി അവിടെ എന്തോ ഒരു വ്യത്യാസം വരുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം another having same pitch, frequency and same loudness, that is amplitude. അതായത് ഒരു ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് സോങ് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടിന്റെ കാര്യം നടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഓർക്കസ്ട്രയിൽ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിരിക്കില്ല അല്ലെ, ഒരു കംപ്ലീറ്റ് ലെവലിൽ ഒരു മ്യൂസിക്കിന് പല കാര്യങ്ങൾ കാണും. വീണ, ഫ്ലൂട്ട്, ഡ്രംസ്, അങ്ങനെ പലതും കാണും അല്ലെ. അപ്പൊ ആ ഓരോ സൗണ്ടും തമ്മിൽ ഒരേ ലെവലിലെ ഫ്രീക്വൻസിയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ഹാവിങ് സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്, ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ദ ക്വാളിറ്റി. ആ ഒരേ ലെവലിൽ കൊണ്ടുവന്നാൽ മാത്രമേ ആ പാട്ടിന് അല്ലെങ്കിൽ അവിടെ പറയുന്ന ആ മൈക്കിൽ കൂടെ പുറത്തേക്ക് വരുന്ന സൗണ്ടിന് എന്താണ് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. ടിംബർ എന്ന് പറയുന്നത് അതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്വിഷ് വൺ മ്യൂസിക്കൽ സൗണ്ട് ഫ്രം another. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് നമുക്ക് വേർതിരിച്ച്, ഇപ്പൊ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാട്ടിന്റെ ഫ്ലൂട്ട് ആണെങ്കിൽ ആ ഫ്ലൂട്ടിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഒപ്പം തന്നെ ഡ്രംസിന്റെ സൗണ്ട് എല്ലാം ഒരുമിച്ച് അടിക്കുമ്പോൾ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ഇയറിൽ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ എന്നുള്ള ആ ഒരു കാര്യം ആവശ്യമാണ്. അതാണ് characteristics, third characteristics of musical sound. Timbre is mainly characterized by the harmonic content of the sound and its dynamic properties. സൗണ്ടിന്റെ മോഷൻ, ആ ഒരു മൂവ്മെന്റിന്റെ ഒരു പോയിന്റിന്റെ മൂവ്മെന്റിൽ അവിടെ വരുന്ന ആ ഒരു താളം, ആ ഒരു ലയം അല്ലെങ്കിൽ ആ ഒരു ലെവലിന്റെ ആ ക്വാളിറ്റിയാണ് നമ്മൾ ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത്, മ്യൂസിക്കൽ സൗണ്ട്. സോ ദീസ് ആർ ദ 3 points for characteristics of musical sound. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പഠിച്ചോളുക. ചിലപ്പോൾ സിംഗിൾ ആയിട്ട് ഓരോന്ന് മാത്രമായിട്ട് എന്താണെന്നുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, so now thank you for watching this video. I'm stopping here. This is to be continued. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. സോ ഇപ്പൊ തന്നെ ലെങ്ത് കൂടിയെന്ന് തോന്നുന്നു. എനിവേ, listen to this video and watch this video clearly. എല്ലാം നന്നായിട്ട് കേൾക്കുക, ഫുൾ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ്, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ട് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ആൻഡ് ഫോർ മോർ വീഡിയോസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ ഓൾസോ. And thank you for watching. Stay safe. Bye.